إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്നും എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ശാരീരിക്കാൻ പ്രയാസമില്ലാത്ത ആളുകൾ, ഇവിടുത്തെ സ്വപ്പ് അപൂർണമായിട്ട് നിൽക്കുന്നു, സ്വപ്പിലേക്കൊന്ന് കയറി സ്വപ്പ് പൂർത്തിയാക്കി. വിശ്വാസികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും മഹത്തരമായ സൽപ്രവർത്തനമാണ് ദിക്ർ എന്നത്. അതിന് വലിയ ശ്രേഷ്ഠതകൾ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിക്ർ എന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ സ്മരിക്കുക, ഓർക്കുക, പറയുക, ധ്യാനിക്കുക, ഇങ്ങനെയൊക്കെ അതിന് അർത്ഥങ്ങൾ പറയാവുന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ദിക്ർ, ദിക്റുള്ള എന്ന് പറയുമ്പോൾ
അതിൽ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഉണ്ടാകുന്ന ദിക്റുകൾ അതിൽ ഉൾപ്പെടും. അഥവാ അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മഹാത്മങ്ങളെയും കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മാനസികമായ ഭയവും ഭക്തിയും തസ്ബീഹും തഹ്ലീലും തക്ബീറും തഹ്മീദും ദുആയും എല്ലാം ദിക്റുകളാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് അത് വളരെ ഫളിലുള്ള ശ്രേഷ്ഠമായ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ദിക്റുകൾ അള്ളാഹുവിനുള്ള ആ അള്ളാഹുമായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമകൾ, ആ അടിമകളായ നമ്മുടെ അടുപ്പം വർദ്ധിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം ശക്തമാവുകയും ചെയ്യുമെന്നതാണ്. അള്ളാഹുവിനെ അവന്റെ ഉന്നതമായ നാമങ്ങളിലൂടെയും ഏറ്റവും ശ്രേഷ്ഠമായ സൽവിശേഷങ്ങളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുവാൻ ധാരാളമായി പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്റെ സുന്നത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള മഹത്തരമായ വചനങ്ങളെല്ലാം അതെല്ലാം ദിക്റിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്ന ഇത്തരം ദിക്റുകൾ, ആ ദിക്റുകളുടെ മഹത്വം എന്നത്, അതിന്റെ മഹത്വം അതീവമായ പ്രതിഫലം, വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുവാനുള്ള കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കണം, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം, ഓർക്കണം. അല്ലാഹു സത്യവിശ്വാസികളോട് അവനെ ധാരാളം സ്മരിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുവാനും പ്രകീർത്തിക്കുവാനും ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. മറ്റു ദിക്റുകൾ അതെല്ലാം നമ്മുടെ നാവിലൂടെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന എല്ലാ വാക്കുകളും അതെല്ലാം ദിക്റുകളാണ്. അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കണം, നമ്മൾ ചൊല്ലേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, അതുപോലെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട പതിവായി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന, അത് നമ്മൾ ചര്യയാക്കി മാറ്റണം. എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും ഇത് ശീലമാക്കുന്ന വിശ്വാസികളായി നമ്മൾ മാറണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ കസീറാ. നിങ്ങൾ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ആ അല്ലാഹുവിലേക്ക് മുന്നേറുവാനുള്ള ആരാധനകൾ, ഇത്തരം ദിക്റുകൾ, അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് ആശ്വാസമാണ്, സമാധാനം ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിനെ അറിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കാനും അതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ ധാരാളമായി നന്മകൾ ചെയ്യുവാൻ അതൊരു കാരണമായി തീരും. ചീത്തയായ വൃത്തികേടുകളിൽ നിന്ന്, പ്രത്യേകിച്ചും നാവ് കൊണ്ടുണ്ടാകുന്ന സംസാരങ്ങൾ, മോശപ്പെട്ട അനാവശ്യമായ വർത്തമാനങ്ങളിൽ നിന്ന് ദിക്ർ അവനെ സംരക്ഷിക്കുമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ സഅദി പറഞ്ഞതാണ്. ഇത്തരം നാവിന് സംരക്ഷണം നൽകാൻ, നാവുകളെ
മോശപ്പെട്ട വർത്തമാനങ്ങളിൽ നിന്ന് അത് തടയപ്പെടുമെന്നതാണ്. ദിക്റുള്ള കൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ നാവുകളിൽ മോശപ്പെട്ട് സംസാരിക്കുകയില്ല. ഇനി വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ഓർക്കണം. ആ ഓർക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാണ്. അത് നിസ്സാരമല്ല എന്നർത്ഥം, വലിയ കാര്യമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വദ്കുർ റബ്ബക ഫീ നഫ്സിക് തളർറുഅൻ വഖഫിയതൻ. വിനയത്തോടുകൂടി, ഭയപ്പാടോടുകൂടി, വാക്ക് ഉച്ചത്തിലാക്കാതെ പതുക്കെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രക്ഷിതാവിനെ അല്ലാഹുവിനെ മനസ്സിൽ നീ എന്ത് ചെയ്യണം? സ്മരിച്ചുകൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആയാൽ അവർക്ക് ശ്രദ്ധയുണ്ടാകും. അല്ലാത്ത ആളുകൾ വലാ തകും മിനൽ ഗാഫിലീൻ, അശ്രദ്ധരുടെ കൂട്ടത്തിലാകരുത് എന്നാണ്. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാത്ത ഒരു നിമിഷവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകൾ അവർ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരായ ആളുകളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയോ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂന വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്. നിങ്ങൾ രാത്രി സമയങ്ങളിൽ, സന്ധ്യാവേളകളിൽ, അതുപോലെ പ്രഭാതവേളകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ നിങ്ങൾ പ്രകീർത്തിക്കണം, നിങ്ങൾ വാഴ്ത്തണം. അത് ഭൂമിയിലും അവന് തണലായി മാറും. അത് വൈകുന്നേരവും അതുപോലെ രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ, അതുപോലെ സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയരുന്ന അതിന്റെ ഇടയിലുള്ള സമയം, അത് അല്ലാഹുവിനെ സ്മരിക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. എത്ര ആളത് ശ്രദ്ധിക്കാറുണ്ട്? സുബ്ഹി നിസ്കരിച്ച് വേഗം പോവാണ്, ഒരു 15 മിനിറ്റ് ഒന്ന് ഇരുന്ന് ചെല്ലാൻ പറ്റുന്ന ദിക്റുകൾ, വലിയ ഫളിലുകളുണ്ട്. അസ്റിന്റെ ശേഷം ഒരു 15 മിനിറ്റ് അതിന് മെനക്കെട്ടാൽ, സഹോദരങ്ങളെ, ദുനിയാവിന്റെ കച്ചവടങ്ങൾക്കും ദുനിയാവിന്റെ മറ്റ് ക്രയവിക്രയങ്ങൾക്കും വേണ്ടി നമ്മൾ എത്ര സമയമാണ് നമ്മൾ ചെലവാക്കുന്നത്? ഈ നശ്വരമായ ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവാക്കുന്നത് നമ്മുടെ ഖബറുകളിലാണ്. ഖബറിന് ശേഷം പരലോകത്താണ്. ദുനിയാവിൽ ചെറിയ സമയമുള്ളൂ. നമ്മളെ മുന്നേ മരിച്ചുപോയ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷമായി ഖബറിൽ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷമായി ഖബറിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം കഴിഞ്ഞ് ഖബറിൽ. എത്ര വർഷേ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ? 63 വർഷം. നമ്മളും ഈ തുച്ഛമായ ജീവിതം, ഈ ദുനിയാവിൽ ചെറിയ സമയം നമ്മൾ ജീവിക്കുള്ളൂ. കൂടുതൽ ഖബറിലാണ്, പിന്നെ പരലോകത്ത്. അങ്ങോട്ടുള്ള വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നതിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധരാണ്. അങ്ങോട്ടുള്ള വിഭവത്തിലാണ് നമ്മൾ ശ്രദ്ധ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്കുർ ഇസ്മ റബ്ബക വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല. നിന്റെ രക്ഷിതാവിന്റെ നാമം രാവിലെയും വൈകുന്നേരവും നീ എന്ത് ചെയ്യണം? സ്മരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ധാരാളം ആയത്തുകൾ അതുമായി നമുക്ക് കാണാൻ സാധിക്കും. സമയവ്യത്യാസം കൂടാതെ എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. സമയവ്യത്യാസം കൂടാതെ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർക്കണം.
എന്നാൽ അതിൽ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞത് രാവിലെയും പകലും, രാവും പകലും, രാത്രിയും പകലും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന സമയം, രാവിലെയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയങ്ങളിൽ പ്രത്യേകമായി അള്ളാഹുവിനെ ഓർക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പലതരം പ്രകൃതിയുടെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങൾ, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്ന സമയം, ഉദാഹരണം വെയിൽ പോയി മഴ വർഷിക്കുന്ന സമയം, പ്രകൃതി മാറി, ആ സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാറ്റാഞ്ഞു വീശുന്ന സമയം പ്രകൃതിയുടെ മാറ്റമാണ്, ആ സമയത്ത് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇടിമിന്നലുണ്ടാകുമ്പോൾ, സൂര്യഗ്രഹണമുണ്ടാകുമ്പോൾ, ചന്ദ്രഗ്രഹണമുണ്ടാകുമ്പോൾ, ഇങ്ങനെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത്? ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട കാര്യങ്ങളാണ്. പ്രകൃതിയുടെ മാറ്റങ്ങൾ ഒരു പക്ഷേ അതെല്ലാം ശിക്ഷയാകുമോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ബേജാറായിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ആ സമയങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്ന ആളുകൾ, അത്തരം ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നതാണ് ദിക്റിന്റെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, ആ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർക്കാൻ പറ്റിയ പ്രത്യേകമായ അവസരമായതിനാലാണ് അത് അല്ലാഹു റസൂൽ പ്രത്യേകം അത്തരം സമയങ്ങളിൽ പ്രാർത്ഥന എടുത്തു പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. അല്ലാഹു റസൂൽ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ സ്മരിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. മസലുൽ ലദീന യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ യമൂത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സ്മരിക്കുന്നവന്റെയും അല്ലാഹുവിനെ ഓർക്കാത്തവന്റെയും ഒരു മസൽ, ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഏതുപോലെയാണ്? ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും ഉദാഹരണം. അല്ലാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ അവൻ ജീവന്റെ ഉദാഹരണമാണ്. അല്ലാഹുവിനെ ഓർക്കാത്തവനോ അവൻ മരിച്ചവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മുആദ് ഇബ്നു അസ്റുൽ ജുഹ്നി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ദൂതരെ, മുജാഹിദുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ്? മുജാഹിദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ഒഴിവാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്ന ആളുകൾ. ആ മുജാഹിദുകളിൽ, ജിഹാദ് ചെയ്യുന്നവരിൽ ഏറ്റവും മഹത്തരമായ പ്രതിഫലം നേടുന്നത് ആരാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, അവരിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. ഒരാൾ അല്ലാഹുവിനെ സ്മരിക്കുന്ന യോദ്ധാവാണ്, മറ്റൊരാൾ അല്ലാഹുവിനെ സ്മരിക്കാത്ത യോദ്ധാവാണ്. രണ്ടും മുജാഹിദുകളാണ്, ജിഹാദ് ചെയ്യുന്നവരാണ്. അവരിൽ ഏറ്റവും മഹത്തരമുള്ളത് അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും അല്ലാഹു റസൂലിനോട് ചോദിച്ചു, അല്ലാഹു റസൂലേ,
നോമ്പുകാരിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത്, ഏറ്റവും അധികം മഹത്തരമുള്ള വ്യക്തി ആരാണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, നോമ്പുകാരിലും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും മഹത്തരമുള്ളത്. അദ്ദേഹം ചോദിക്കുന്നു വീണ്ടും, നമസ്കാരക്കാരിൽ, ദാനധർമ്മം ചെയ്യുന്നവരിൽ, സകാത്ത് കൊടുക്കുന്നവരിൽ, ഇങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരിൽ ഏറ്റവും 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 മഹത്തരമുള്ള ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റസൂൽ കൊടുത്ത മറുപടി, നിസ്കാരക്കാരിലും നോമ്പുകാരിലും ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവരിലുമെല്ലാം ഏറ്റവും മഹത്വമേറിയ ആള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും അധികം സ്മരിക്കുന്നവരാണ് എന്നാണ്. രണ്ടുപേരും നിസ്കരിക്കുകയാണ്. ഒരാള് ദിക്ർ ചൊല്ലിയിട്ടൊക്കെയാണ് വീട്ടിൽ പോകുന്നത്, ഒരാള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വേഗം പോകുന്നു. ഏറ്റവും മഹത്തരമുള്ളത് അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ച വ്യക്തിയാണ്. രണ്ടുപേരും നിസ്കാരം ചെയ്തത്, പക്ഷേ പ്രതിഫലം കൂടുതൽ ആർക്കാം? അള്ളാഹുവിനെ സ്മരിച്ച വ്യക്തിയാണ്. നോമ്പിലും എല്ലാ സൽക്കർമ്മങ്ങളിലും അങ്ങനെയാണ്. അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ പരലോകത്ത് നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങളുമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അല്ലാഹു റസൂൽ പറഞ്ഞു, മുഫർരിദുകൾ, മുഫർരിദുകൾ അവര് മുൻകടന്നുപോയി. മുഫർരിദുകൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന ആളുകൾ, വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. അവര് അല്ലാഹു റസൂൽ പറയാണ്, മുഫർരിദുകൾ സ്വർഗത്തിലേക്ക് മുൻകടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോ ആരാണ് പ്രവാചകരെ മുഫർരിദുകൾ? എന്താണ് ആ സ്വർഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ കാരണമെന്താണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണവർ. അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ധാരാളമായി ഓർക്കുന്ന ആളുകൾ, അവർ വേഗത്തിൽ അവർ സ്വർഗത്തിലേക്ക് മറ്റുള്ളവരെക്കാളും മുൻകടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. മുഹമ്മദ് ബിനു കഅബ് അൽ ഖുർദി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ സ്മരണ അത് ഉപേക്ഷിക്കുന്നതിൽ ആർക്കെങ്കിലും ഇളവ് നൽകപ്പെടുമായിരുന്നുവെങ്കിൽ അതാർക്കാണ് ആ ഇളവ് നൽകുക? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക് ലഭിച്ചേനെ എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പക്ഷേ അവരോട് പോലും അള്ളാഹു പറഞ്ഞതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫത്തബഉ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ആ യോദ്ധാക്കളോട് പോലും അള്ളാഹു പറഞ്ഞത്, സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, ഒരു ശത്രു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം, പതറിപ്പോകരുത്. ഉറച്ചു നിൽക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി നിങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുക. എങ്കിൽ എന്താണ് പറഞ്ഞത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാമെന്നാണ്. ഒരു യുദ്ധമുഖത്ത് പോലും പതറിപ്പോകാതെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ദിക്റുകൾ, അതല്ലാത്ത ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം ധാരാളമായി നിങ്ങൾ അധികരിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ശത്രുക്കൾ എത്ര വലിയ സൈന്യമാണെങ്കിലും, നിങ്ങളെക്കാളും 10 മടങ്ങുണ്ടെങ്കിലും, ആയുധക്കോപ്പുകൾ അവർക്ക് നിങ്ങളെക്കാളും കൂടുതലുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ്. അതാണ് ബദറിൽ നമ്മൾ കണ്ടത്. അല്ലെ, ബദർ ശത്രുക്കൾ നമ്മളെക്കാളും 10 മടങ്ങാണ്, 3 ഇരട്ടിയുണ്ട്. ആയുധങ്ങൾ, മൂർച്ചയുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ. പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കയ്യിലുള്ള ആയുധങ്ങൾ പൊട്ടിയതാണ്. ചെരുപ്പ് ധരിക്കാൻ പോലുമില്ലാത്ത, മര്യാദക്ക് വസ്ത്രം ധരിക്കാനില്ലാത്ത, ഭക്ഷണത്തിന് വിശക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ട ആളുകൾ. അവർ വിജയിക്കാൻ കാരണം
ഇതാണ്. അടിയുറച്ചു നിന്നു, പതറിപ്പോയില്ല. ഈമാനികമായ ശക്തി അവർക്ക് ധൈര്യമുണ്ടാക്കി. അതോടൊപ്പം അല്ലാഹുവിനെ ധാരാളമായി ഓർത്തു. അതുകൊണ്ടാണ് അവർക്ക് വിജയമുണ്ടായത്. വ്യക്തിപരമായി നമ്മളും ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എപ്പോഴും പറയും സമാധാനമില്ല. അല്ലാഹുവിനെ ഓർക്കുന്ന മനസ്സുകളാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അറിയാത്ത വഴിയിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുകയും നമുക്ക് സമാധാനം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റിനേക്കാളും വലിയ ആയുധമില്ല എന്നാണ്. ദിക്ർ എന്നത് ഒരു ആയുധമാണ്. അത് പതിവാക്കിയ ആളുകളാണ് എങ്കിൽ പല നിലക്കും അല്ലാഹുവിന്റെ ശിക്ഷകൾ വരും. സാമൂഹികമായി വരും, വ്യക്തിപരമായി ശിക്ഷകൾ വരും. അത്തരം ശിക്ഷകളിൽ നിന്നെല്ലാം അതിനെ മറികടക്കാൻ ദിക്റുള്ളക്ക് സാധിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് ഹൃദയത്തിന് ഏതുപോലെയാണ്? മത്സ്യത്തിന് വെള്ളം ലഭിക്കുന്ന പോലെയാണ്. ആ വെള്ളം ഒഴിവാക്കിയാൽ മത്സ്യം ചത്തുപോകുന്ന പോലെ ഹൃദയത്തിൽ നിന്ന് ദിക്റുള്ള നീങ്ങിപ്പോയാൽ പിന്നെ മയ്യിത്താണ്, മരണമാണ്. അത് മയ്യിത്തിന് തുല്യമായ ഹൃദയമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, വെള്ളിയും ചെമ്പും അതുപോലെയുള്ള ലോഹങ്ങൾ, ആ ലോഹങ്ങളെല്ലാം തുരുമ്പെടുത്തു പോകുന്നത് പോലെ ഹൃദയം തുരുമ്പെടുത്തു പോകും. എന്നാൽ ആ തുരുമ്പ് അതിനെ വൃത്തിയാക്കി എണ്ണക്കെട്ടിങ്ങനെ തുരുമ്പ് നന്നാക്കുന്ന ആളുകൾ ദിക്റുള്ളയുടെ ആളുകളാണെങ്കിൽ, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണെങ്കിൽ ആ തുരുമ്പ് ആ ഹൃദയത്തിൽ പിടിക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ദിക്റുള്ളയോട് കൂടി ജീവിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ അവന്റെ ഹൃദയത്തിലേക്ക് തിന്മകൾ, മോശപ്പെട്ട ചിന്തകൾ, അനാവശ്യങ്ങൾ, വൃത്തികേടുകൾ കടന്നു പോവുകയില്ല. ദിക്റുള്ള ഇല്ലാത്ത ആളുകളാണെങ്കിലോ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് പിന്നെ ഒരു നന്മയും അതിലേക്ക് കേറാത്ത അവസ്ഥയിലെത്തും, ദ്രവിച്ചു പോകുമെന്നതാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വീണ്ടും പറയാണ്, സത്യവിശ്വാസികളുടെ മനസ്സിൽ ഇടയ്ക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ആ ഒറ്റപ്പെടൽ അതിനെ മറികടക്കാൻ, അത് നീങ്ങിപ്പോകാൻ അല്ലാഹുവിനെ സ്മരിക്കുന്ന സമയത്ത് അത് നീങ്ങിപ്പോകുമെന്നതാണ്. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, മൻ അവദ ലിസാനി ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാനായി ആരെങ്കിലും അവന്റെ നാവിനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവിനെ അല്ലാഹു വൃത്തികേടുകളിൽ നിന്ന് സംരക്ഷിക്കും. ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അവന്റെ നാവിലൂടെ സംസാരിക്കുകയില്ല, അതിന് അല്ലാഹു ഒരു സംരക്ഷണം നൽകുമെന്നാണ്. ഇനി ആരെങ്കിലും അല്ലാഹുവിനെ ഓർക്കാത്ത നാവാണ് എങ്കിൽ അവന്റെ നാവ് വരണ്ടു പോകും, ഉണങ്ങിപ്പോകും. അതിൽ വൃത്തികേടുകളും തോന്നിവാസങ്ങളും കൊണ്ട് അവന്റെ നാവ് എപ്പോഴും അങ്ങനെയായിരിക്കും. സംസാരിച്ചാൽ തോന്നിവാസം, സംസാരിച്ചാൽ നമുക്കറിയാലോ, നമ്മുടെ സംസാരങ്ങൾ നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. നമ്മൾ സംസാരിച്ചാൽ ദേശകൂട്ടാത്ത സംസാരങ്ങൾ നമ്മുടെ നാവുകളിൽ നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ദിക്റുള്ളയുടെ നാവിലൂടെ ദിക്റിനെ പരിശീലിപ്പിക്കണം. നാവിലൂടെ ദിക്റിനെ പരിശീലിപ്പിച്ചാൽ തോന്നിവാസങ്ങൾ വരികയില്ല എന്നാണ്. അങ്ങനത്തെ ഏറ്റവും നല്ല നാവിന്റെ ദിക്റുള്ളയുടെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനിച്ച ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ ദിക്ർ അല്ലാത്ത മറ്റ് സംസാരങ്ങൾ നിങ്ങൾ അധികരിപ്പിച്ചു പോകരുത്. കാരണം അല്ലാഹുവിനെ സ്മരിക്കാതെ ഉള്ള ആ അധിക സംസാരം അത് ഹൃദയത്തെ കഠിനമാക്കി കളയും. ഹൃദയം കഠിനമായവനാണ് ജനങ്ങളിൽ അല്ലാഹുവിൽ നിന്ന് ഏറ്റവും അകന്നു പോയ ആൾ. അല്ലാഹുവിൽ നിന്ന് അകന്നകന്നു പോകുന്ന ആളുകൾ അവർ ഹൃദയ കാഠിന്യമുള്ളവരാണ്. ഹൃദയം നിങ്ങൾ ഒരിക്കലും കഠിനമാക്കി തീർക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റ് സംസാരങ്ങൾ അധികരിപ്പിക്കാം. ദിക്റിനേക്കാളും കൂടുതൽ മറ്റ് സംസാരങ്ങൾ, ദുനിയാവിന്റെ സംസാരങ്ങൾ. കൂടുതൽ നമ്മുടെ നാവിൽ നിന്നുണ്ടാകേണ്ട സംസാരം അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചാണ്, പരലോകത്തെ കുറിച്ചാണ്, പ്രവാചകനെ കുറിച്ചാണ്. എത്ര പേരുണ്ട് അങ്ങനെ? നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാവുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന സംസാരങ്ങൾ എന്തൊക്കെയാണ്? ദുനിയാവിന്റെ സംസാരങ്ങളല്ലേ? ആണെങ്കിൽ സഹോദരങ്ങളെ, അത്തരം ആളുകളുടെ ഹൃദയം കഠിനമായി പോകും, കടുത്തുപോകും. അങ്ങനെ കടുത്തുപോയാൽ അവരാണ് ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ ആളുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അബൂ ഹാത്തിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഏറ്റവും ലാഭകരമായ കച്ചവടം അത് അള്ളാഹുവിനെ സ്മരിക്കലാണ്. ഏറ്റവും ലാഭമില്ലാത്ത നഷ്ടമായ കച്ചവടം അത് ജനങ്ങളെ കുറിച്ച് സംസാരിക്കലാണ്. ജനങ്ങളെ കുറിച്ച്, മനുഷ്യന്മാരെ കുറിച്ച്, അവരുടെ പച്ചറച്ചിങ്ങനെ തിന്നുക, അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ആരാണ് ലാഭം ലഭിച്ചവർ, ആരാണ് ലാഭം നേടാത്ത ആളുകൾ എന്ന് അദ്ദേഹം പറയുന്നതായി കാണാം. ലാഭം ലഭിച്ചവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരും അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകിയവരുമാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്നത് എല്ലാ സമയത്തും ദിക്റുള്ളയുമായി നടക്കുന്ന ആളുകൾ, ജനങ്ങളെ കുറിച്ച് സംസാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അല്ലാഹു റസൂൽ സ്വഹാബികളോട് ചോദിച്ചു, മൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായ ആളുകൾ എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹു റസൂൽ ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഫ്ലിസായ ആളുകൾ, പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ദീനാറുകളും ദിർഹമുകളും ഇല്ലാത്ത ആളുകളാണ്, ജീവിക്കാൻ ഒരു വകയുമില്ലാത്ത ആളുകൾ, അവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാപ്പർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസായ ആളുകൾ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വകയില്ലാത്ത ആളുകളല്ല. അവർ യഅതി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വരും. എങ്ങനെയാണ് അവർ വരുന്നത്? ബിഹസനാത്തിൻ അംസാലി ജിബാൽ, ധാരാളമായി നന്മകളുമായി, ബിസ്വലാത്തിൻ വസകാത്തിൻ, ധാരാളം നിസ്കാരങ്ങളുമായി, ബിസിയാമിൻ, ധാരാളം നോമ്പുമായി, ധാരാളം സദഖകളുമായി, എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ ആയിട്ട് നാളെ പരലോകത്ത് വരും. അവരാ സൽക്കർമ്മങ്ങളെ കണ്ടിങ്ങനെ നിൽക്കും, ആശ്വസിക്കും. ഒരു പക്ഷേ സ്വർഗം കിട്ടാൻ ഇതന്നെ മതിയാകുമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യർ, മറ്റുള്ള ആളുകളുടെ ഇറച്ചി തിന്നവർ, അവരനാവശ്യം പറഞ്ഞവർ, തോന്നിവാസം പറഞ്ഞവർ, അവർക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ അവരുടെ അഭാവത്തിൽ പറഞ്ഞ ആളുകൾ, സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ, കൈകൊണ്ട് ഉപദ്രവിച്ചവർ, നാവ് കൊണ്ട് ഉപദ്രവിച്ചവർ, സാമ്പത്തികമായി ഉപദ്രവിച്ചവർ, ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച ആളുകൾ, ആ ഉപദ്രവത്തിന് വിധേയം ആളുകളും അവരും നാളെ പരലോകത്ത് വരും. റബ്ബിനോട് പരാതി പറയും, അല്ലാഹുവേ, ഇന്ന മനുഷ്യൻ എന്നെ ഇന്ന രീതിയിലെല്ലാം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പരാതി പറയുമ്പോൾ ഈ നമസ്കരിച്ച ആളുകളുടെ നമസ്കാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൽപ്രവർത്തനങ്ങളിൽ നിന്ന് പകരമായി ഇവനെ എടുത്തു കൊടുക്കും. നോമ്പിൽ നിന്ന് എടുത്തു കൊടുക്കും, സക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കും. സൽപ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം
അവനുമായി ബന്ധപ്പെട്ട അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് വിധേയമായ ആളുകൾക്കെല്ലാം അള്ളാഹു വീതിച്ചു കൊടുക്കും. അവസാനം ഈ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല, കാലിയ. പിന്നെയും ആളുകൾ ഉണ്ടാകും, ഈ മനുഷ്യൻ ഇന്ന രീതിയിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സൽക്കർമ്മങ്ങളൊന്നും എടുത്തു കൊടുക്കാനില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്യുന്നത്? ഈ വന്ന് പരാതിപ്പെട്ട മനുഷ്യന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, അവന്റെ ശിക്ഷയ്ക്ക് കാരണമായ തോന്നിവാസങ്ങളെല്ലാം ഈ സൽക്കർമ്മങ്ങളുമായി വന്ന ആൾക്ക് അല്ലാഹു കൊടുക്കും. അവസാനം ഇവന്റെ തട്ട് നോക്കുമ്പോൾ സൽക്കർമ്മങ്ങളൊന്നുമില്ല, മറ്റുള്ളവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുമായി ഇവൻ നരകത്തിലേക്ക് പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഏറ്റവും നല്ല കച്ചവടം എന്നത് ദിക്റുള്ളയാണ്, ഏറ്റവും മോശപ്പെട്ട കച്ചവടം എന്നത് ജനങ്ങളെ കുറിച്ചുള്ള സംസാരമാണ്. പരലോകത്തിൽ ലാഭം ലഭിക്കുന്നത് ദിക്റുള്ള ആളുകൾക്കാണ്. അല്ലാത്ത ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാവില്ല. അതെല്ലാം മറ്റുള്ള ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ. നഷ്ടപ്പെട്ടു പോയി പരലോകത്ത് ഒന്നുമില്ലാതെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ അവർക്കുണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നാവിന്റെ, കയ്യിന്റെ, കാലിന്റെ, കണ്ണിന്റെ, ഹൃദയത്തിന്റെ ആളുകളായി അള്ളാഹു നമ്മെ എല്ലാം മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ അനേകം തിന്മകൾ വന്നു പോയിട്ടുണ്ട്. അള്ളാഹുവേ, എല്ലാം അറിയുന്ന നാഥ, നീ ഞങ്ങൾക്കതെല്ലാം മാപ്പാക്കി തരണേ റഹ്മാനേ. നാളെ എരിപൊരി കൊള്ളുന്ന പരലോകത്ത് വരുമ്പോൾ അർശിന്റെ തണലിന്റെ ചുവട്ടിൽ ആ തണൽ കൊള്ളാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ.